നമസ്തേ. മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് മാനവരാശി വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് പല ചരിത്രകാരന്മാരും നിരീക്ഷകരും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരുമൊക്കെ അഭിപ്രായപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു വിഡ്ഢിത്തമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു കാര്യവും ഒരേ രീതിയിൽ അസെൻഡ് ചെയ്ത് നേരെ മുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറില്ല. പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു നിയമമുണ്ട്. എല്ലാ കയറ്റങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു ഇറക്കവും ഉണ്ടായിരിക്കും. മാനവരാശിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് ദർശിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് മനുഷ്യരാശിയുടെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തിയത് എന്നുള്ളത്, എവിടെയൊക്കെയാണ് മനുഷ്യന് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. പലതും മതങ്ങളുടെയും രാഷ്ട്രത്തിന്റെയും ചക്രവർത്തിമാരുടെ പിടിച്ചടക്കാനുള്ള ആവേശത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എത്രത്തോളം മനുഷ്യ ജീവനുകളാണ് കുരുതി കൊടുക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുണ്ട ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഹിസ്റ്ററി ഈസ് ആൻ എനോൺമസ് ജിക്സോ വിത്ത് എ ലോട്ട് ഓഫ് മിസ്സിംഗ് പാർട്സ് എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിസ്സിംഗ് പാർട്സുകൾ ഉള്ള ഒരു പസില് പോലെ തന്നെയാണ്. സിംബോളിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിച്ചവൻ പരാജയപ്പെട്ടവന്റെ രക്തത്തിൽ എഴുതിയിട്ടുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത്. കാരണം പരാജയപ്പെട്ടവന്റെ കരച്ചിലുകളും അവന്റെ വാക്കുകളും ഒന്നും നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നില്ല. ശക്തരായവരൊന്നും അശക്തരായവരുടെ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ കൊള്ളയടിച്ചതായിട്ടും നശിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ഒരുപാട് മഹത് ഗ്രന്ഥങ്ങളും സ്ക്രിപ്റ്റേഴ്സും ഒക്കെ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ളത് അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് നശിപ്പിച്ചതായിട്ടുള്ളതും ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ എല്ലാ റൈസിനും ഒരു ഫാൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം. എല്ലാ ഉദയങ്ങൾക്കും ഒരു അസ്തമയമുണ്ട്. എല്ലാ സാമ്രാജ്യങ്ങൾക്കും അത് പടുത്തുയർത്താനും അത് തകർക്കപ്പെടാനും ഒരു കാരണമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയിലെ ജീവജാലങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പണ്ട് ദിനോസറുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുകയും പിന്നീട് അവ അപ്രത്യക്ഷമാവുകയും ചെയ്തു പല പ്രാപഞ്ചികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്. ദിനോസറുകളെ പോലെ ഇന്ന് മനുഷ്യൻ ഭൂമി അടക്കി വാഴുന്ന ഈ സമയത്ത് മനുഷ്യരാശിക്കും ഒരു ഡിക്ലൈനിങ് ഉണ്ടാകുമോ എന്നുള്ളതിന്റെ ഒരു സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെ അവൻ ജീവിക്കുന്നതായിട്ടുള്ള ആ ഒരു പ്ലാനറ്റിന് ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അന്യഗ്രഹ ജീവികളെ ആശയവിനിമയം നടത്തുന്നതിലേക്ക് നമ്മൾ അടുത്തെത്തി എന്നാണ് പല ശാസ്ത്രജ്ഞരും ഇപ്പോൾ അവകാശപ്പെടുന്നത്. അവർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അവരിൽ നിന്ന് 2039 ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുമെന്ന് പോലും ശാസ്ത്രജ്ഞർ ചിന്തിച്ചു പോരുകയാണ്. പ്രപഞ്ചത്തിൽ മറ്റു സ്ഥലങ്ങളിൽ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും സ്ഥിരപ്പെടുത്താൻ സാധിച്ചിട്ടുമില്ല. എല്ലാം പ്രബന്ധങ്ങളും ഹൈപ്പോത്തീസിസുകളുമായിട്ട് നിലനിൽക്കുകയുമാണ്. പക്ഷെ നമ്മളുടെ ചുറ്റിനുള്ള കാര്യങ്ങളിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അയാൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഉയർച്ച കാണുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്, വിറ്റ് കാശാക്കിയതിനു ശേഷം വീണ്ടും റീ എൻറ്റർ ചെയ്യുക, റീഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ. കാരണം തീർച്ചയായിട്ടും ഉയർന്നു നിൽക്കുന്നത് താഴേക്ക് വരുമെന്നുള്ളതിൽ സംശയമില്ല. പല യുഗങ്ങളിലുള്ളതിൽ അവസാന ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കലിയുഗത്തിനെ കാണുവാനായിട്ട് സാധിക്കും. ആ കലിയുഗം കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. നമ്മളുടെ ചുറ്റിനുള്ള അടയാളങ്ങളും പ്രാപഞ്ചികമായിട്ടുള്ള സൈനുകളുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കലിയുഗത്തിൻ്റെതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ നമുക്ക് ഇന്ന് ചുറ്റിനും ദർശിക്കുവാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് ധർമ്മത്തിന്റെ മരണം എന്ന് പറയുന്നത്. ധർമ്മം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ധർമ്മമില്ലാതെ ആകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. എത്തിക്സ്, മൊറാലിറ്റി ഒക്കെ ഡിക്ലൈൻ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പല ആളുകളും യുവതലമുറയാണെങ്കിൽ പോലും ഞങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ആളുകൾ പറയുകയാണെങ്കിൽ അവർ അമ്മാവന്മാരായിട്ട് മാറുകയാണ്. പക്ഷെ ഇവരാരും ചിന്തിക്കുന്നില്ല നാളെ ഇവരും അമ്മാവന്മാരാകുമെന്നുള്ളത്. ഈ അമ്മാവന്മാരുടെ അത്രയുമെങ്കിലും ആയുസ് ഇവർക്ക് ഉണ്ടാകുമോ എന്നുള്ളതും ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. സോ എത്തിക്സും മൊറാലിറ്റിയും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഡിറ്റീരിയോറേഷൻ സംഭവിക്കുന്നത് നമുക്കിന്ന് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിൽ കൂടെ വരുന്ന വാർത്തകളിലും സമൂഹത്തിലേക്കും ഒക്കെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങളിൽ നിന്ന് വരെ ശ്രീമദ് ഭാഗവതം അടക്കമുള്ള മഹത് ഗ്രന്ഥങ്ങളിൽ പ്രവചിച്ചിരിക്കുന്ന കലിയുഗത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ആളുകൾ ഭൗതികവാദികളായിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികതയ്ക്ക് അപ്പുറത്തേക്കുള്ള
ഈ പഞ്ചേന്ദ്രിയങ്ങൾ സെൻസ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കാനുള്ള ആളുകളുടെ ബുദ്ധി ലിമിറ്റഡ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള പവർ, അധികാരം പിടിച്ചെടുക്കുവാനും ധനം, വെൽത്ത് പിടിച്ചടക്കുവാനും മാത്രമാണ് ചിന്തിക്കുകയും ശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നത്. പണമാണ് സന്തോഷത്തിന്റെ ഉറവിടം എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയുടെ മുകളിൽ പണത്തിനും അതുപോലെ തന്നെ അധികാരത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മതങ്ങൾ പോലും പണവും അധികാരവും നേടിയെടുക്കാനുള്ള മാധ്യമങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മതത്തിനപ്പുറത്തേക്ക് ആത്മീയതയിലേക്ക് ചിന്ത കൊണ്ടുപോകണമെന്ന് പറയുന്നത്. കാരണം മതം മറ്റുള്ളവരാൽ നയിക്കപ്പെടുന്നു, ആത്മീയപാതയിൽ നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു ഗുരു അല്ലെങ്കിൽ ക്രിയേറ്റർ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. മനുഷ്യന്റെ ഫിസിക്കലും മെന്റലുമായിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് മുൻപുണ്ടായിരുന്ന സ്റ്റേജസിനേക്കാളും ഡിക്ലൈൻ ആകുമെന്നുള്ളത് കലിയുഗത്തിനെ കുറിച്ചുള്ള മറ്റൊരു പ്രവചനമാണ്. ഇത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാം. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് ഭൗതികമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യത്തിലും ഒരു ഡിക്ലൈനിങ് ഉണ്ടാകും എന്നുള്ളതും ശ്രീമദ് ഭാഗവതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് കലിയുഗ പ്രവചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. മനുഷ്യന്റെ ആവറേജ് ആയിട്ടുള്ള ഏജ് 50 വയസ്സെന്നുള്ള റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളും ഇപ്പോഴത്തെ മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യവും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ആയുർദൈർഘ്യത്തിൽ കുറവുണ്ടാകുന്നത് നമുക്ക് ഇക്കാലത്തും മുൻപുള്ള കാലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം കലിയുഗം എന്നത് നമ്മുടേതായിട്ടുള്ള ഈ റീസെന്റ് ആയിട്ടുള്ള ചെറിയ ടൈമിങ്ങിനനുസരിച്ചിട്ട് വരുന്ന ഒരു സംഗതിയല്ല. പക്ഷേ പ്രാചീന കാലങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് എറയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഇതിനേക്കാളും കൂടുതൽ ആയുസ്സുള്ളത് കാണുവാനായിട്ടും സാധിക്കും. അതായത് പ്രാചീനമായിട്ടുള്ള പഴയ മതഗ്രന്ഥങ്ങളിലൂടെയും ബൈബിളിന്റെ പഴയ നിയമ ഭാഗങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് മനുഷ്യർക്ക് ഒരുപാട് നീളമുള്ള ആയുർദൈർഘ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ സാധിച്ചേക്കാം, സാധിക്കാണ്ടിരുന്നേക്കാം. എന്തു തന്നെയാണെങ്കിലും മൊത്തത്തിൽ നമുക്ക് ആരോഗ്യത്തിലുള്ള ഡിക്ലൈനിങ് കാണാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ഭക്ഷണ രീതികൾ, അവന്റെ സ്വഭാവത്തിലുള്ള മാറ്റം, അതിൽ നിന്നുണ്ടാകുന്ന ജീവിത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പടർന്നു പിടിക്കുന്നതായിട്ടുള്ള രോഗങ്ങളും ഒക്കെ മനുഷ്യന്റെ ആരോഗ്യത്തിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഇത്രയേറെ വളർന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പുരാണ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ പലതുമായിട്ട് കമ്പയർ ചെയ്യുന്നതായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടക്കേണ്ടത് ഒരു അനിവാര്യതയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള ലോജിക്കും ദർശനവും അല്ലെങ്കിൽ ധ്യാനവും ജ്ഞാനവും വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഫ്രോഡ് എന്നുള്ള വാക്കിന്ന് വളരെ പ്രസിദ്ധമാണ്. എവിടെ നോക്കിയാലും സ്പാമും സ്കാമും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തട്ടിപ്പും വെട്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഒരുപാടായിട്ട് കൂടിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മാത്രമല്ല അല്ലാത്ത ഭാഗങ്ങളിലും മനുഷ്യൻ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് പണം ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സത്യസന്ധത ഇല്ലാത്ത അവസ്ഥകൾ, അഴിമതി, മറ്റുള്ളവരെ പറ്റിക്കുന്നതായിട്ടുള്ള ചീറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വളരെയധികം സാധാരണമാണ്. ഒരുവനെ വിശ്വസിച്ചുകൊണ്ട് ഒരു ഉപകാരം പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുകയാണ്. ഒരു ഉപകാരം ചെയ്യുകയോ ഒരു പണം കടം കൊടുക്കുകയോ ചെയ്താൽ പോലും ശത്രുക്കൾ ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥയിലേക്കാണ് മനുഷ്യന്റെ മനസ്സിന്ന് മോശമായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ, പരമ്പരാഗതമായിട്ടുള്ള പഴമയുടെ ജ്ഞാനത്തിനെ പുതുമയുടെ ഉപരിപ്ലവമായിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് പുച്ഛിക്കുന്നതും തകർക്കാനായിട്ട് ശ്രമിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രഡീഷണൽ വാല്യൂ സിസ്റ്റം ഇൻക്ലൂഡിങ് ഫാമിലി സിസ്റ്റത്തിനെ പോലും തകർക്കുവാനായിട്ട്, കുടുംബ ബന്ധങ്ങളെയും കുടുംബത്തിന്റെ സ്ട്രക്ചറിനെയും തകർക്കുവാനായിട്ട് പല മേഖലകളിൽ നിന്നും ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ വിജയിപ്പിക്കുവാനായിട്ടും ഭൂമിയിലെ മനുഷ്യന്റെ എത്തിക്സും മൊറാലിറ്റിയും മനുഷ്യബന്ധങ്ങളും ഏറ്റവും മോശമായിട്ടുള്ള ഒരു മാനസിക രോഗത്തിന്റെ അങ്ങേയറ്റത്തുള്ള അവസ്ഥയിലേക്ക് ഇത് എത്തിക്കാനും സാധ്യതയുണ്ട്. പല ആളുകളും കോൺഷ്യസ് ആയിട്ട് തന്നെ കുടുംബങ്ങളെ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബങ്ങളുടേതായിട്ടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ തകർക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതിൽ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാനിവിടെ പറയുന്നില്ല. നിങ്ങളുടെ നിരീക്ഷണത്തിൽ നിങ്ങൾ കണ്ടെത്തുക. കുടുംബ ബന്ധങ്ങളിൽ മാത്രമല്ല, പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾ വളരെ ഫ്രീക്വന്റ് ആയിട്ടും സിവിയർ ആയിട്ടും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രവചിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അറിവിലും ജ്ഞാനത്തിലുമുള്ള കുറവാണ് പിന്നീട് പറയുന്ന ഒരു പ്രവചനം എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ എബിലിറ്റീസ് ഡിക്ലൈൻ ചെയ്യുകയും ഇഗ്നറൻസ് പ്രിവെയിൽ ചെയ്യുകയും ചെയ്യുകയാണ്. അതായത് ബൗദ്ധികമായിട്ടുള്ള ചിന്ത ആളുകൾക്ക് കുറയുകയാണ്. ഇന്ന് ബുദ്ധിജീവി എന്ന് പറയുന്നത് നിരീശ്വരവാദം പറയുന്നവനെ മാത്രമാണ്. സയന്റിസ്റ്റുകളുടെയും മഹാരഥന്മാരുടെയും തത്വശാസ്ത്രജ്ഞരുടെയും ഒക്കെ ഉദയങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടു. പക്ഷെ ഇന്ന് നമുക്കത് കാണാനായിട്ടും സാധിക്കുന്നില്ല. യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഇന്ന് സർവ്വസാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഇന്നത്തെ ചില അവസ്ഥകൾ പറഞ്ഞത്. ഈ അവസ്ഥകളൊക്കെ തന്നെയാണ് ശ്രീമദ് ഭാഗവതവും അല്ലെങ്കിൽ മറ്റു പല മതഗ്രന്ഥങ്ങളിലൂടെ പോകുന്ന സമയത്തും കലിയുഗത്തെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങളിൽ അല്ലെങ്കിൽ റെവലേഷൻസ്, പുതിയ കാലത്ത് എന്താണ് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബൈബിളിലാണെങ്കിൽ വെളിപാടിന്റെ ഭാഗങ്ങളിലും ഇൻക്ലൂഡിങ് ഖുറാനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദജ്ജാലിനെ കുറിച്ചും മറ്റും വിവരിക്കുന്നതായിട്ടുള്ളതും ഈസാ നബിയുടെയും മറ്റും തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള സയൻസ് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ പറയുകയാണ് ഈ മതങ്ങളൊക്കെ വിഭിന്നമാണ് എന്നുള്ളത്. ഈ മതങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം പല രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. പല സംസ്കാരങ്ങളിൽ വന്നപ്പോൾ ദൈവത്തിന് പല പേരുകൾ വന്നു എന്നുള്ളത് മാത്രം. ഈ കലിയുഗത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന, ഇതിനെ കടന്നു പോകാനായിട്ട് സാധിക്കുന്ന, ഈ കലിയുഗത്തിന്റെ ഈ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്ന, മനുഷ്യത്വം കൈവടയാതെ മോക്ഷത്തിലേക്ക് സഞ്ചരിക്കാനാകുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകളാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത്. കലിയുഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഇതിൽ നിന്ന് കരകയറുവാനുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് ദൈവത്തിനോട് ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് വെളിവാക്കപ്പെട്ടിട്ടുള്ള ചില സത്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഞാൻ വിശദീകരിക്കുന്നത്. ഒന്നാമതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, കലിയുഗത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ പിന്തുടരരുത് എന്നുള്ളതാണ്. കാരണം ഭൂരിഭാഗം ആളുകളും അവരുടെ അധികാരം, അവരുടെ ധനം, അവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അവരുടേതും അവരുടെ വരും തലമുറയുടേതും ഒക്കെ ആയിട്ടുള്ള സുരക്ഷ ഉറപ്പിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളോടുകൂടിയാണ് പല മനുഷ്യരും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവന്റെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഡോണ്ട് ഫോളോ എനിവൺ. ആരെയും ഫോളോ ചെയ്യരുത്. അതുപോലെ തന്നെ ആരെയും നയിക്കാനായിട്ട് നിൽക്കരുത്. ഐ ഡോണ്ട് ഫോളോ എനിവൺ, ഐ ഡോണ്ട് ലീഡ് എനിവൺ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആത്മീയ പാതയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യനോട് സ്നേഹമില്ലാത്തവരായിരിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവർക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള നന്മ ചെയ്യുന്നതിൽ നമുക്ക് വിമുഖത ഉണ്ടാകാനും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യണമെങ്കിൽ, മറ്റുള്ളവനെ വെറുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എമ്പതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കണം. നമുക്ക് റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ കാണുവാനും, മറ്റുള്ളവൻ്റെതായിട്ടുള്ള റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന സാധനം, അഭിപ്രായം എന്ന് പറയുന്ന സംഗതി കേൾക്കാനുള്ള ഒരു തുറവി ഉണ്ടായിരിക്കുകയും വേണം. എന്റേത് മാത്രം ശരിയാണ് എന്ന് പറയുന്ന മർക്കടമുഷ്ടി ഉപേക്ഷിച്ചതിന് ശേഷം അവൻ്റേത് കൂടി കേട്ടുകൊണ്ട് ഒരു കോ എക്സിസ്റ്റൻസോട് കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യൻ ഈ കലിയുഗത്തിൽ ഒരുമിച്ച് നിന്ന് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും കരകയറാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത് വെറുപ്പിന്റെ കാലമാണ്. ഇവിടെ സ്നേഹം ഉണ്ടാകണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എമ്പതി ഉണ്ടാകണം എന്നുള്ളത് തന്നെ. എന്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഉപകാരം ചെയ്ത് കുടുങ്ങിപ്പോയി എന്നുള്ളത്, അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് അത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുകയും പിന്നീട് അത് അവനെ ബാധിക്കുന്ന രീതിയിൽ പ്രശ്നമായിട്ട് വരികയും ചെയ്തതിന് ശേഷം അവന്റെ മനസ്സാകെ മാറിപ്പോയി. അവൻ പിന്നെ ആർക്കും ഉപകാരം ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. മനസ്സ് കഠിനമായി പോകുന്ന രീതിയിലുള്ള പണികളാണ് ഇന്ന് ചുറ്റുവട്ടത്ത് നിന്ന് കിട്ടുന്നത്. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ തിന്മയുടെ വക്താവായിട്ട് അറിയപ്പെടുകയും വാദി പ്രതിയാകുന്നതുമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നന്മതിന്മകളെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടും ഇരിക്കുന്നു. ഈ അവസരങ്ങളിൽ ആരും സഹായിക്കാനില്ല എന്ന് തോന്നിയാലും, ഒരത്താണി ഇല്ല എന്ന് തോന്നിയാലും, ആത്മീയതയുടെ പാതയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ടുള്ള കാര്യം ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ പറയുകയാണ്, കംഫർട്ട് വിത്ത് യുവർ ഐസൊലേഷൻ എന്നുള്ളതാണ്. അതായത് ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥകൾ, ഒറ്റപ്പെടുന്ന അവസ്ഥകളെ കുറിച്ച് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് തളരാതെ ഇരിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. കുടുംബവും സുഹൃത്തുക്കളും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള കർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വസുധൈവ കുടുംബകം, ഈ ലോകത്തിനെ മുഴുവൻ നിങ്ങളുടെ കുടുംബമായിട്ട് കാണുവാനായിട്ടും അതുപോലെ തന്നെ സൃഷ്ടാവുമായിട്ട് ഐക്യപ്പെടാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് അനശ്വരതയുടെ ആത്മാക്കളായിക്കൊണ്ട് കാരണതലത്തിലേക്ക് ഉയരുവാനായിട്ടും സാധിക്കും. കാരണം എല്ലാം ഒരു നെറ്റ്വർക്ക് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ധർമ്മത്തിനോടൊപ്പം പ്രകൃതിയും. ഈ പ്രകൃതിയിലായിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം പ്രകൃതിയിലായിരിക്കുന്ന സമയത്ത്, മരങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, പൂക്കളുടെ ഭംഗി ആസ്വദിക്കുന്ന സമയത്ത്, നിങ്ങളുടെ അരികിലൂടെ പറന്നു വരുന്നതായിട്ടുള്ള ചിത്രശലഭത്തെയും അരികിലൂടെ ഒഴുകുന്നതായിട്ടുള്ള ആ ചെറിയ അരുവിയുടെ മരണത്തിന് മുൻപുള്ളതാണെങ്കിലും ആ നാദം കേൾക്കുന്ന സമയത്തുമൊക്കെ നമ്മുടെ ആത്മാവിലും ഹൃദയത്തിലും നമുക്ക് ഹീലിംഗ് ലഭിക്കുകയാണ്. നമ്മുടെ തലച്ചോറ് റിലാക്സ്ഡ് ആവുകയാണ്.
നമ്മുടെ ശരീരത്തിന് നമ്മളുടെ മാതൃത്വത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. കാരണം പ്രകൃതി എന്ന് പറയുന്നത് ലിവിങ് ഗാർമെന്റ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിന്റെ മടിയിലാണ് നിങ്ങൾ പ്രകൃതിയുമായിട്ട് ചേർന്നിരിക്കുന്ന സമയത്തായിരിക്കുന്നത്. സോ കലിയുഗത്തിൽ സർവൈവ് ചെയ്യാനുള്ള ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള തുളച്ചു കയറുന്നതായിട്ടുള്ള ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനമാണ്. അൺകാനി എബിലിറ്റി ടു സീ പീപ്പിൾ, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാനായിട്ടും ആളുകളുടെ മുഖത്തു നിന്ന് അവരുടെ മൈക്രോ എമോഷൻസിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ എന്താണ് ചതിയും വഞ്ചനയും അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ ജാഗ്രതയോടുകൂടി നോക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു കാര്യത്തിൽ ഏതൊരു വ്യക്തികളുമായിട്ട് ഇടപെടുന്ന സമയത്ത്, ഒറ്റയ്ക്ക് വ്യക്തികളോടൊപ്പം അപരിചിതരോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനായിട്ട് സാധിക്കുന്നവർക്ക് കലിയുഗത്തിൽ വിജയിച്ചു പോകുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അവനവൻ്റെതായിട്ടുള്ള കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, അവന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അന്തർജ്ഞാനവും നന്മതിന്മകളെ വേർതിരിച്ചറിയാനുള്ള കഴിവിന്റെയും കൂടി ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആളുകളുടെ ഹൃദയം കാണാനുള്ള കഴിവ് എന്ന് പറയുന്നത്. ആളുകളുടെ ഹൃദയം കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആവശ്യപ്പെട്ടവനുള്ള സഹായം കൊടുക്കാനായിട്ട് മനുഷ്യന് സാധിക്കുകയുള്ളൂ. പക്ഷെ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റെബിലിറ്റി എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് വേണ്ട ഒരു പ്രത്യേകതയാണ് മതങ്ങളെ മറികടന്നുകൊണ്ട് ദൈവത്തെ കാണാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത്. മതങ്ങളെ മറികടന്നു കഴിഞ്ഞാൽ ഒരുവൻ അവനെ തന്നെ കണ്ടെത്തുന്നത് ആത്മീയതയിലായിരിക്കും. അതാണ് ദൈവത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവന് അഡിക്ഷൻസിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അഡിക്ഷൻസ് ആണ് മറ്റൊരു പ്രശ്നം. അഡിക്ഷൻസിനെ അതിജീവിക്കുക എന്നുള്ളതും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മദ്യം, മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള അഡിക്ഷൻസിലേക്കും മനുഷ്യൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു പല മാധ്യമങ്ങളിൽ കൂടെയും മനുഷ്യനെ അടിമയാക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ കാണാനായിട്ട് സാധിക്കും. ചിന്താധാരകളുടെ അടിമയും ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സബ്സ്റ്റാൻസുകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യരിന്ന് വളരെ കോപാകുലരാണ്. അപ്പൊ അവരുടെ ദേഷ്യത്തിന് പാത്രമാകാതിരിക്കുക എന്നുള്ളതും, ആ ദേഷ്യത്തിനെ മറികടക്കുക, അവനവന്റെ ഉള്ളിൽ തന്നെയുള്ള കോപത്തിനെ മറികടക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. താൻ എത്ര ഭക്തനാണെന്ന് പറയുന്ന സമയത്തും ഒരുവന് ദേഷ്യത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവനൊരു സമ്പൂർണ്ണ പരാജയവും കപട ഭക്തനുമാണ്. ഇത് സ്നേഹത്തിന്റെയും സാന്ത്വനപ്പെടുത്തലുകളുടെയും സുഖപ്പെടുത്തലുകളുടെയും യുഗത്തിനപ്പുറത്തേക്ക് സർവൈവലിന്റെ അല്ലെങ്കിൽ തരണം ചെയ്യലിന്റെ ഒരു യുഗം കൂടിയാണ് കലിയുഗം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ കലിയുഗത്തിൽ മുന്നേറുവാനായിട്ട് ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇതിന് ഈ ഗുണങ്ങൾ പ്രാപ്തമാകണമെങ്കിൽ ഒരു മനുഷ്യൻ അവന്റെ ബോധമണ്ഡലത്തെ വികസിപ്പിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ജന്മനാ ബോധമണ്ഡല വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നമുക്ക് ഈ ഗുണങ്ങൾ ദർശിക്കുവാനായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും കലിയുഗത്തിന് വേണ്ടത് ഭൗതികമായിട്ടുള്ള ആയുധങ്ങളല്ല. നിങ്ങൾ സൈക്കോളജിക്കലി, മനഃശാസ്ത്രപരമായിട്ടും സ്പിരിച്വലി, മാനസികമായിട്ടും ആത്മീയമായിട്ടും നിങ്ങൾ എക്യുപ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പ്രതിരോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശരീരത്തിന്റെ പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളും കൂടി നമുക്കിന്ന് നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രതിരോധമുള്ളവരായിട്ട് മാറി മറ്റു രീതിയിലുള്ള ചിന്താധാരകൾ, അടിമത്തങ്ങൾ, മതത്തിനോടുള്ള അടിമത്തങ്ങൾ, മറ്റുള്ളവരുടെയും ഒക്കെ അടിമകളാകുന്നതിനപ്പുറത്തേക്ക് മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് വസുധൈവ കുടുംബകം, ഈ ഭൂമി മുഴുവൻ ഒരു സ്വർഗമാക്കണമെന്നുള്ള ഉദ്യമത്തോടു കൂടി നിങ്ങളും നിങ്ങളുടെ വരും തലമുറകളും മുന്നോട്ട് പോകുന്ന സമയത്ത് കലിയുഗത്തെ അതിജീവിച്ചതായിട്ടുള്ള ആത്മാക്കളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലൂടെയും എല്ലാവർക്കും കടന്നു പോകാനായിട്ട് സാധിക്കട്ടെ. സങ്കുചിതമായിട്ടുള്ള മനസ്ഥിതിക്ക് അപ്പുറത്തേക്ക് ബോധമണ്ഡല വികാസം പ്രാപിച്ച ഒരു അവസ്ഥയിലേക്കാണ് ഈ സ്പിരിച്വൽ ഷിഫ്റ്റ് ഗ്ലോബലി നടക്കുന്ന സമയത്ത്, യൂണിവേഴ്സൽ എനർജീസിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യനായിരിക്കേണ്ടതും കടന്നു പോകേണ്ടതും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.